ഈ അടുത്ത് മലപ്പുറത്ത് വെച്ചൊരു വിഭാഗം ഒരു പരിപാടി നടത്തി. അദ്ദേഹം പറഞ്ഞത് നബിദിനാഘോഷം അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ പേരിൽ ഒരു ഉദ്ധരണി അദ്ദേഹം വായിക്കുകയും ഇത് ഒരുപാട് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതായിട്ട് അത് ഒരു ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്നു. മാലിക് മദ്ഹബുകാരനായ ഇമാം അബൂ ഇസ്ഹാഖ് ശാതിബി റഹിമത്തുള്ളാഹിയുടെ കിതാബ് ഇത്തിസാമിൽ ആവർത്തിച്ച് അദ്ദേഹം ഉദ്ധരിച്ച് മാലിക് ചേർത്തിക്കൊണ്ട്, അതേപോലെ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇമാം മാലിക് ചേർത്തിക്കൊണ്ട് ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പലതവണ ഇമാം മാലിക്കിനെ പേര് ചേർത്തിക്കൊണ്ട് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. തഫ്സീറുകളിൽ ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിറുകൾ ഒരു തഫ്സീറുകളിൽ ഈ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു കസീറിൽ പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിശ്വപ്രസിദ്ധമായ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ വചനമായി ചേർക്കപ്പെട്ട് വന്ന ഒരു വചനമാണ് അത്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല എന്നത്. അങ്ങനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതായി തർക്കമില്ലാത്ത വിധം മുസ്ലിം ലോകത്തെ ഏതാണ്ട് 4 മദ്ഹബുകാരും, ഷാഫി മദ്ഹബുകാരും, ഹനഫി മദ്ഹബുകാരും, ഹംബലികളും മാലിക്കുകളും എല്ലാവരും വ്യാപകമായി ഉദ്ധരിച്ചു പോകുന്ന ഒരു ഉദ്ധരണിയാണ്. പിന്നീട് അദ്ദേഹം ഷാഫി കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഹനഫി കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഒരുപാട് ഒരു 1.5 മിനിറ്റ് ആയിട്ടില്ല, 1 മിനിറ്റും 24 സെക്കൻഡിനുള്ളിൽ ഒരു 10 കളവ് അദ്ദേഹം പറയുകയുണ്ട്. 10 കളവ് അല്ല, ആലോചിച്ച് നോക്കും. എന്നിട്ട് അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു പരിപാടി നടത്തി. എന്നിട്ട് അതിന് വീണ്ടും അതിന് മറുപടി എന്ന പേരിൽ പിന്നെ ഒരു പരിപാടി നടത്തുകയുണ്ടായി. എന്നിട്ട് ആ പരിപാടിയിലോ അവിടെയും വീണ്ടും കളവ് പറയണം. എന്തൊരു കഷ്ടമാണ്, നിങ്ങൾ ആലോചിച്ചു. ഒരാൾ ചോദിച്ചു, ഇബ്നു നബാത്തത്തി മിസ്രിയ അവരുടെ ഖുതുബയിൽ മൗലിദാഘോഷത്തെക്കുറിച്ച് എന്താണ് പറയാത്തത്, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പോൾ ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് ഇബ്നു നബാത്തത്തി മിസ്രിയുടെ ആ ഖുതുബ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി. തിരുനബിയുടെ മൗലിദിനെ കുറിച്ച്, അവിടുന്ന് ജനിച്ചതിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ടല്ലോ എന്ന് പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു നുബാത്തൽ ബിസ്രിയുടെ ദീവാനുൽ ഖുതബിൽ മിംബരിയ എന്ന് പറയുന്ന ഗ്രന്ഥമാണിത്. എന്ന് പറഞ്ഞാൽ മിമ്പറിൽ ഓതുന്ന ഖുതുബ, അതിൻ്റെ ഏട് എന്നർത്ഥം, ചുരുക്കി പറയാം. അതിലിത് കണ്ടോ, അൽ ഖുതുബത്തു അസ്സാനിയ ലിറബീഉൽ അവ്വൽ എന്ന് പറയുന്ന ഖുതുബയിൽ ബഹുമാനപ്പെട്ടവരിങ്ങനെ അതിൻ്റെ തുടക്കവും അതിങ്ങനെ കഴിഞ്ഞ് സ്വലാത്തും സലാമും ഒക്കെ പറഞ്ഞ് അവസാനം അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ് എന്ന തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ ഈ ഇബ്നു നുബാത്തൽ മിസ്രിയുടെ ഈ ഖുതുബയുടെ ഈ ഗ്രന്ഥത്തിൽ കിതാബിൽ പറയുന്നത് കാണാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാണ്, ഫഫി മിസ്ലി ഹാദ ശഹരിൽ അളീം طلعت شمس الإيمان وظلت عبدة الأوثان وظهر دين الإسلام. ഇതിൽ പറയാണ്, അറിയണേ ജനങ്ങളെ, യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്നത്. ഇതിൽ പറയുന്നു, ഫഫി മിസ്ലി ഹാദ ശഹരിൽ അളീം طلعت شمس الإيمان وظلت عبدة الأوثان وظهر دين الإسلام بولادة سيد المرسلين خرج من بطن أمه معتبدا وبالملائكة الكرام معتضدا ناظرا ببصره الشريف إلى السماء يدعو الخبير اللطيف مقطوع السرة مختونا مباركا على الأمة مأمونا وظهر معه نور أضاء له قصور بصرى وأظهر الوحوش لقدومه السرور والبشرى. നമ്മളെ മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെല്ലാം ഇതിൽ പറയുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
തിരുജന്മത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ആ റസൂലിന്റെ മൗലിദോടനുബന്ധിച്ച് ജനനത്തോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ഖുതുബയുടെ ഗ്രന്ഥത്തിൽ ഇത് ഇബ്നു നുബാത്തൽ മിസ്രി എന്ന് പറയുന്ന മഹാനവറുകൾ രചിച്ച കണ്ടോ ദീവാനുൽ ഖുതബിൽ മിംബരിയ എന്ന മഹത്തായ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ഈ ഖുതുബയിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം നടന്ന 2ാമത്തെ ആഴ്ചയിൽ പറയുന്ന ആ ഖുതുബ, അതിലാണല്ലോ റബീഉൽ അവ്വൽ 12 വരിക. അതിൽ റസൂലുള്ളാഹി തങ്ങളുടെ ആ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങൾ പലതും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വളരെയേറെ ഉത്തേജിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തിരുനബിയുടെ മൗലിദിനെ കുറിച്ച്, അവിടുന്ന് ജനിച്ചതിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ടല്ലോ എന്ന് പറയുകയുണ്ടായി. അപ്പോ അദ്ദേഹം പറയാ, അത് ഇബ്നു നബാത്തിന്റെ ഖുതുബയിൽ അതുണ്ടാകൂല, മറിച്ച് അത് അലവി സക്കാഫി സ്വന്തമായി ഉണ്ടാക്കിയതാണ്. അലവി സക്കാഫി വായിച്ചതിലൊന്നുമില്ല, നബാത്തി ഖുതുബിലും ഇല്ല, നെല്ലിക്കുത്തിലും ഇല്ല, മൂന്നയ്യൂരിലും ഇല്ല, പുല്ലാരിയിലും ഇല്ല. എല്ലായിടത്തും കൂടി മൂപ്പര് കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയാണോ എന്ന് അറിയില്ല. അപ്പം മൂപ്പര് സ്വന്തമായി ഒപ്പിച്ചാണോ അതും അറിയില്ല. മൂപ്പര് ഇങ്ങനെ വായിച്ചു പോയി. അല്ലെങ്കിൽ നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടാക്കിയ ഖുതുബയായിരിക്കും. AP പള്ളിക്ക് ഇപ്പം നബാത്തി ഖുതുബ അല്ല പലയിടത്തും ഉള്ളത് തന്നെ നബാത്തിമ്മ എഡിറ്റ് ചെയ്തതാണ്. എന്നാലും അലവി സക്കാഫി വായിച്ചു കൊടുത്ത് എത്തുന്നില്ല. അതിന് വേറെ തട്ടിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് മുഖ്തസറുൽ ഖുതുബിൻ നബാത്തിയ, നബാത്തി ഖുതുബയുടെ ഷോർട്ട്. മുഖ്തസറുൽ ഖുതുബിൻ നബാത്തിയ, നബാത്തി ഖുതുബയുടെ ഷോർട്ട്. ആരാ ഷോർട്ടാക്കിയത്? ഇസ്മായിൽ മുസ്ലിയാർ നെല്ലിക്കുത്ത്. അതല്ലെങ്കിൽ മൂന്നിയൂർ ബാക്കവി ഉണ്ടാക്കിയ ഖുതുബായിരിക്കും. ഇബ്നു നബാത്തിന്റെ അദ്ദേഹത്തിന്റെ ഖുതുബയിൽ അങ്ങനെ ഇല്ല. പേരൊക്കെ എന്താ, ഒക്കെ നബാത്തി ഖുതുബ എന്ന പേര് നാടന്മാർക്ക് പറയില്ലല്ലോ. നമ്മുടെ പള്ളിക്ക് നബാത്തിയാന്നിങ്ങനെ പറഞ്ഞല്ല, നബാത്തിയൊക്കെ എന്നോ പോയിട്ടുണ്ട്. അതൊക്കെ എന്നോ വഴിമാറിപ്പോയി. ഇപ്പം അവിടുന്ന് പോയിട്ട് നെല്ലിക്കുത്തിക്ക് എത്തി, പിന്നെ നെല്ലിക്കുത്തുനിന്ന് പുല്ലാരിക്ക് എത്തി. അതാണ് ഇപ്പോൾ ഓതേണ്ടത്. അതും പോരാഞ്ഞിട്ട് വേറെ ചങ്ങാതി ഹംസക്കോയ ബാക്കവി മൂന്നയൂര്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്നു ബാത്തത്തിന്റെ ഖുതുബ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വായിച്ച ആ ഒരു സംഗതിയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഖുതുബയുമില്ല, അങ്ങനെ ഒരു പരാമർശവുമില്ല, അത് ശരിയുമല്ല എന്ന്. ഇതിലെവിടെ ഇങ്ങനത്തെ വിഷയമേ ഇല്ല. നുണ പറയാൻ വേണ്ടി പ്രത്യേകം അല്ലാഹു തആല പഠിച്ചു വിട്ട ആൾക്കാരാണ് വരുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ ഏതായിരുന്നാലും വെള്ളിയാഴ്ച സമസ്തപ്പള്ളി ഓതുന്ന ഖുതുബന്റെ ഏടിന് പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരാമർശമില്ല. യഥാർത്ഥത്തിൽ ഇവർ മനസ്സിലാക്കിയത് ഒരു ഖുതുബ, അദ്ദേഹം വലിയ പ്രഭാഷകനല്ലേ. അപ്പൊ പിന്നെ മൂപ്പർ നബാത്ത് ഇല്ലാത്ത വായിച്ച നമുക്ക് അത്ഭുതമൊന്നുമില്ല. അവര് നോക്കിയ ഏടിൽ ഇത് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഖുതുബ തന്നെ ഇല്ല, അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്?